അങ്ങനെ ഹൗസിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ വീക്കിൽ കണ്ടതാണ് ഗബ്രിക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് ഒരു വാഴയിലയിൽ ജാസ്മിൻ ഗബ്രി എന്ന് പേര് എഴുതി വെച്ചിരുന്നു നമ്മുടെ ജാസ്മിന്. എന്തായാലും ഗബ്രിക്ക് അത് സർപ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത്. എന്തായാലും ഇപ്പോൾ ഗബ്രി പോകുന്ന സമയത്ത് ആ വാഴയില കൊണ്ടാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്നലെ വരെ മീൻസ് ഗബ്രി എവിക്റ്റ് ആകുന്നത് വരെ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ആ ആക്ടിങ് കാര്യങ്ങളൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടായിരിക്കണം പ്രേക്ഷകരെല്ലാവരും തന്നെ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് ആർക്കും കാണാൻ പറ്റില്ല. എന്തായാലും ഇത് അവരുടെ ഒരു സൗഹൃദം, അവരുടെ ഒരു ആ റിലേഷൻഷിപ്പിന്റെ ആ ഒരു തീവ്രതയാണ് ഇതിൽ കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗബ്രി അവിടുത്തെ ഒരു മത്സരാർത്ഥി ഒന്നുമല്ല, എവിക്റ്റായി പോയി പുറത്തു നിന്ന് വന്ന ഒരാളാണ്. പക്ഷെ എന്നിട്ടും ജാസ്മിൻ ഗബ്രിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവർ എഴുതിയ ആ ഒരു വാഴയില വരെ അവർ അത്രയും ഒരു സന്തോഷത്തോടു കൂടിയാണ് ഗബ്രി അത് കൊണ്ടുപോയത് എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. എന്തായാലും ഈ ബിഗ് ബോസ് സീസൺ 6 വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് ഇതുവരെ മുമ്പോട്ട് പോയിട്ടുള്ളത്. ഒരുപാട് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസ് സീസൺ 6 മറ്റ് സീസണെ അപേക്ഷിച്ച് ഒന്നുകൂടെ മെച്ചപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമന്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നാളെയാണ് ഫിനാലെ. എന്തായാലും വോട്ട് ചെയ്യുന്നവരൊക്കെ ഹോട്ട്സ്റ്റാറിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്കായിട്ട് വോട്ട് ചെയ്യുക. പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.